രഞ്ജിത്ത് നേരത്തെ ശ്രീ കൃഷ്ണകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊരു റൊട്ടീൻ തിങ് ആണ്. മീൻസ് ജയിലിൽ നിന്ന് പലരും പുറത്തു പോകുന്നു, അതുകൊണ്ട് അതൊരു പതിവ് നടപടിക്രമമായതുകൊണ്ട് കാര്യമായിട്ട് അതിലൊന്നും ശ്രദ്ധ പതിപ്പിച്ചില്ല. അങ്ങനെ തന്നെയല്ല മനസ്സിലാക്കേണ്ടത്. കാരണം പണ്ട് കേട്ടിട്ടുണ്ട്, അതായത് കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് ശിക്ഷിക്കപ്പെട്ട് കിടന്നവർ പുറത്തിറങ്ങി ചില ഓപ്പറേഷനുകളിലൊക്കെ പങ്കെടുത്തതിൻ്റെ വാർത്തകളൊക്കെ പുറത്ത് വന്നിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അത് സംശയിക്കാമല്ലോ. നേരത്തെ അതിനു മുമ്പ് ഒരു കാര്യം, നേരത്തെ അഡ്വക്കേറ്റ് സുരേഷ് ബാബു പറഞ്ഞതിലാണ് ഞാൻ വരുന്നത്. അദ്ദേഹം പറഞ്ഞത് ഗവൺമെൻറ്റിന്, അതായത് ഭരണാധികാരികൾക്ക് ഈ ഗോവിന്ദച്ചാമി പുറത്തു പോകണം, അല്ലെങ്കിൽ ആ കേസിൽ അത് അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, മറിച്ച് ഇതിൻ്റെ ഉത്തരവാദി ജയിൽ അധികൃതരാണെന്ന് പറഞ്ഞു. ശരിക്കും ഗോവിന്ദച്ചാമിയുടെ കേസിൻ്റെ നാൾവഴികൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വലിയ ദുരൂഹത, LDFിൻ്റെ ഗവൺമെൻറ്റിൽ വലിയ ദുരൂഹത നമുക്ക് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തെറ്റിദ്ധരിക്കാൻ കഴിയില്ല. കാരണം 2011 സൗമ്യ എന്ന് പറഞ്ഞ് 23-കാരിയെ ഓടുന്ന ട്രെയിനിൽ വെച്ച് വനിതാ കമ്പാർട്ട്മെൻറ്റ് കയറി വണ്ടിയിൽ നിന്നും തള്ളിയിട്ട് അതിനുശേഷം ഗോവിന്ദച്ചാമിയും കൂടെ ചാടി ആ കുട്ടിയെ കുറ്റിക്കാട്ടിൽ വെച്ച് മൃഗീയമായി ബലാത്സംഗം ചെയ്തിരിക്കുന്നത്. കേരളത്തിൻ്റെ മനസാക്ഷിക്കേറ്റ ഏറ്റവും വലിയ ഒരു മുറിവായിട്ടാണ് അന്ന് കേരളീയ പൊതുസമൂഹം ആ സംഭവത്തെ കണ്ടത്. ഈ സംഭവത്തിൻ്റെ നാൾവഴികൾ നോക്കുന്ന സമയത്ത് അതിനുശേഷം തൃശ്ശൂർ അതിവേഗ കോടതിയാണ് ഈ ബലാത്സംഗത്തിനും കൊലപാതകത്തിനും അങ്ങനെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷ വിധിക്കുന്നത്. ഇതേ വധശിക്ഷ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന രീതിയിൽ പരിഗണിച്ചുകൊണ്ട് ഈ കേസിന് വധശിക്ഷ വിധിച്ചു. പക്ഷേ സുപ്രീം കോടതിയിൽ കേസ് എത്തിയ സമയത്ത് ഈ ഗവൺമെൻറ്റിൻ്റെ ഈ കേസിൽ ഗവൺമെൻറ്റിൻ്റെ ഗൗരവമില്ലായ്മയാണ് നമുക്ക് സുപ്രീം കോടതിയിൽ കേസിൽ സമയത്ത് കാണാൻ സാധിച്ചത്. സുപ്രീം കോടതി ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ റദ്ദ് ചെയ്തു. അത് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ പൊതുബോധത്തെ കാര്യമായി ബാധിച്ച ഒരു സംഭവം തന്നെയായിരുന്നു അത്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ കഴിവില്ലായ്മയാണ്. അതായത് LDF സർക്കാരിൻ്റെ രാഷ്ട്രീയപര പരിഗണനയുടെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ ടീമിനെ സുപ്രീം കോടതി നിയമിച്ചു. ആ പുതിയ ടീമിൽ പോലും, അതായത് ഹൈക്കോടതിയിൽ കേസ് വാദിച്ച അഭിഭാഷകനെ, അദ്ദേഹത്തിൻ്റെ പേര് MA സുരേഷ്, അദ്ദേഹത്തിനെ ആ കോടതിയിൽ ആ ടീമിൽ പോലും ഈ ഗവൺമെൻറ് നിയോഗിച്ചിട്ടില്ല. അപ്പോൾ അന്ന് തന്നെ ഈ കേസിനെ കുറിച്ച് ഒരു ദുരൂഹത നിലനിൽക്കുകയാണ്. ഗോവിന്ദച്ചാമിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള എന്തോ ഒരു ശ്രമം LDFിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം ഇന്നത്തെ പാർട്ടിയുടെ ഓൾ ഇന്ത്യ സെക്രട്ടറി MA ബേബി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഗോവിന്ദച്ചാമിയുടെ കേസിൽ തന്നെ വധശിക്ഷ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല, അതൊരു പ്രാകൃതമായ ഒരു രീതിയാണ്, അതൊരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല എന്നൊക്കെ അദ്ദേഹം ഈ ഗോവിന്ദച്ചാമിയുടെ കേസിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ കേസിലെല്ലാം തന്നെ നമുക്ക് പരിശോധിക്കുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നത് ഗവൺമെൻറ്റിൽ ഈ പിണറായിയുടെ ഗവൺമെൻറ്റിന് ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്നും ഗോവിന്ദച്ചാമിയെ പുറത്തു വിടണം എന്ന ആഗ്രഹമുണ്ടെന്നാണ്. നിങ്ങൾ വിചാരിക്കേണ്ടത് ഗോവിന്ദച്ചാമി എന്നൊരു ചെറിയൊരാളല്ല. കാരണം അദ്ദേഹത്തിൻ്റെ കേസ് ബാധിച്ചത് ആളൂരിനെ പോലുള്ള വലിയ അഭിഭാഷകരാണ്. ഈ കേസ് സുപ്രീം കോടതിയിൽ പോകുന്ന സമയത്ത് ലക്ഷങ്ങൾ വേണം സുപ്രീം കോടതിയിൽ. അപ്പം ഗോവിന്ദച്ചാമിയുടെ പുറകിൽ ഒരു വലിയൊരു അദൃശ്യ ശക്തി ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തെറ്റു പറയാൻ സാധിക്കില്ല. കാരണം ഗോവിന്ദച്ചാമിയുടെ നാൾവഴികൾ, കേസിൻ്റെ നാൾവഴികളെല്ലാം തന്നെ കാണുന്ന സമയത്ത് നമുക്കതാ കാണാൻ സാധിക്കുന്നത്. പിന്നീട് നമുക്ക് കാണാത്തത് ഗോവിന്ദച്ചാമി ഒരു VIP ശിക്ഷ അനുഭവിക്കുന്ന ഒരാളെ പോലെയാണ്. അദ്ദേഹം പോലും അവനെ പറയാൻ പാടില്ല, ഒരു കൊടും ക്രിമിനൽ. ആ കൊടും ക്രിമിനലിനെ കോടതിയിൽ വരുന്ന സമയത്ത് അദ്ദേഹം ആ ക്രിമിനലിന് പാൻസും ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് പ്രായം തന്നെ കുറഞ്ഞ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന ഒരു രീതിയാണ്. നമ്മൾ ഗവൺമെൻറ് തന്നെ ഈ ഗോവിന്ദച്ചാമിയെ തീറ്റിപ്പോറ്റുകയാണ് ചെയ്തിരിക്കുന്നത്, നമുക്ക് കാണാൻ സാധിക്കും. ഇത് കേരളത്തിൻ്റെ മനസാക്ഷിക്കേറ്റ വലിയ മുറിവാണ്. കാരണം കേരളീയ പൊതുസമൂഹം ഒരു 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മൃഗീയമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഒരു കൊടും ക്രിമിനലിനോട് ഈ ഗവൺമെൻറ് കാട്ടുന്ന നിലപാടിനെ കുറിച്ച് ആ കാലത്ത് ചർച്ചയുണ്ടായിട്ടുണ്ടായിരുന്നു. അതാണ് ഒരു ഭാഗത്ത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഇപ്പം ഈ കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, എല്ലാ കാര്യങ്ങളും സുലഭമായി നടക്കുന്ന ഒരു സെൻട്രൽ ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. ഇപ്പോൾ കാരണവർ വധക്കേസിലെ പ്രതി ഷെറിൻ,
ആ ഷെറിൻ അവർ പുറത്തു വിട്ടു. ഷെറിന് ഇളവ് നൽകി പുറത്തു വിട്ടു. ഈ ജയിലിലുള്ള ഉപദേശക സമിതി അംഗമായ സരളാദേവി, അവരെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാ, ഈ കണ്ണൂർ ജില്ലാ മുൻ ജില്ലാ പ്രസിഡന്റാ, അവരാണ് സൈൻ ചെയ്തിരിക്കുന്നത്. എന്താ സൈൻ ചെയ്തിരിക്കുന്നത്? ഈ ഷെറിൻ നല്ല സ്വഭാവ ശുദ്ധിയുള്ള ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് അവരെ പുറത്ത് വിടുന്നതിന് ഒരു തെറ്റുമില്ല എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, അവർ നല്ല സ്ത്രീയാണെങ്കിൽ പുറത്ത് വിട്ടോട്ടെ. പക്ഷേ ഇതേപോലെ 20 വർഷത്തിലധികമായി കേസിൽ ശിക്ഷിക്കപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിട്ടുന്ന ഒരുപാട് വനിതകളുണ്ട്. അവരുടെ പുറകിൽ അദൃശ്യ ശക്തികളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരിന്ന് ജയിലിൽ കിടക്കുകയാണ്. ഈ ഷെറിനെ മോചിപ്പിച്ചതിലൂടെ തന്നെ കേരളത്തിൻ്റെ മന്ത്രിസഭയിലെ ചില മന്ത്രിമാർക്ക് പോലും വ്യക്തിപരമായി ഷെറിൻ കേസിൽ ബന്ധമുണ്ട് എന്ന് ഞങ്ങൾ ആരോപിക്കുകയാണ്. അത് തെറ്റ് പറയാൻ സാധിക്കില്ല. കാരണം ഷെറിൻ അവിടെ താമസിച്ചതും അവരെ കഴിഞ്ഞ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വരുന്നതിന് മുമ്പ് താമസിച്ച ജയിൽ ശിക്ഷിക്കപ്പെട്ട് താമസിച്ച ജയിലിൽ അവർക്ക് ഒരു VIP പരിഗണന കൊടുത്തിരിക്കുന്നത്. അവർ ജയിൽ ചട്ടങ്ങൾ അനുസരിച്ചിട്ടല്ല അവിടെ ജീവിച്ചത്. അവിടെ അവർക്ക് സൗന്ദര്യവൽക്കരണ വസ്തുക്കൾ, അതുപോലെ തന്നെ അവരിടുന്ന ഡ്രസ്സുകൾ ജയിലിൽ വെള്ളയാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അതൊരു നമ്പറിട്ട ഡ്രസ്സാണ്. പക്ഷേ ഷെറിന് ഉപയോഗിച്ചിരിക്കുന്നത് അവർക്ക് വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന നല്ല മുന്തിയ ഇനം ഡ്രസ്സുകൾ മാത്രമല്ല. നേരത്തെ ഗുരുതരമായ ആരോപണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചില്ലേ, ഒരു സ്ത്രീ തടവുകാരി, പുരുഷ തടവുകാരനല്ല, ഒരു സ്ത്രീ തടവുകാരി രാത്രി അവർ സെല്ലിൽ നിന്നും പുറത്തു പോവുകയാണ്. രാവിലെയാണ് അവർ തിരിച്ചു വരുന്നത്. അപ്പോൾ ആരാണ് അവരെ സെല്ലിൽ നിന്നും പുറത്തു കൊണ്ടുപോകുന്നത്? ആരാണ് അവരെ തിരിച്ചു കൊണ്ടുപോകുന്നത്? ആർക്ക് വേണ്ടിയാണ് അവർ പുറത്തു പോകുന്നത്? ഇതൊക്കെ തന്നെ അന്വേഷണ വിധേയമാകണ്ടേ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കുത്തഴിഞ്ഞ രീതിയിലാണ് നമ്മുടെ ജയിലുകളുള്ളത്. കുത്തഴിഞ്ഞ രീതിയിലാണ്. അത് ആർക്കും ഒന്നും പറയാൻ സാധിക്കില്ല. കാരണം ഇതാണ് നമ്മുടെ സെൻട്രൽ ജയിലിൽ നടക്കുന്നത്. ഇപ്പം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിങ്ങൾ നോക്കൂ, TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾ, കൊടിസിനി അടക്കമുള്ള ആളുകൾ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ, അവർ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇരുന്നു കൊണ്ട് പുറമെ പല ബിസിനസ്സുകളും കൈകാര്യം ചെയ്യാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന് പോലും ചില ആളുകളുടെ ഈ ജയിലുകളിൽ കിടക്കുന്ന പ്രതികൾ നേരെ വിരൽ ചൂണ്ടിയിട്ടുണ്ട്. അങ്ങനെ അവർക്ക് ഏതെങ്കിലും ഒരു ജയിൽ ഉദ്യോഗസ്ഥന്റെ മാത്രം സപ്പോർട്ടോടുകൂടി ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് ധരിക്കുന്നത് ഞങ്ങളൊക്കെ മണ്ടന്മാരാണോ? അല്ല. കാരണം ഇതൊക്കെ രാഷ്ട്രീയപരമായ സപ്പോർട്ടില്ലാതെ ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. കാരണം CPMന്റെ പല ക്രിമിനലുകളും ഈ കള്ളക്കടത്തും സ്വർണ്ണക്കള്ളക്കടത്തിലും എല്ലാം തന്നെ പങ്കാളികളായത്. കണ്ണൂർ ജില്ലയിൽ തന്നെ എത്ര സംഭവം നടന്നിട്ടുണ്ട്. പാർട്ടിക്ക് തന്നെ വലിയൊരു തലവേദന വന്ന സംഭവം നടന്നിട്ടില്ലേ കണ്ണൂർ ജില്ലയിൽ? ഇവരെല്ലാം തന്നെ പാർട്ടി സംരക്ഷിക്കുകയാണ് കണ്ണൂർ ജില്ലയിൽ. ഇവരെ പുറത്തുനിന്ന് പാർട്ടി സംരക്ഷിക്കുന്നു, ജയിലിൽ പോയാൽ അവരെ സംരക്ഷിക്കുന്നു, അവർക്ക് വീട് വെച്ച് നൽകുന്നു. എന്തിനേറെ പറയുന്ന, കഴിഞ്ഞ തവണ നമ്മളിപ്പോൾ ബാലസംഘത്തിൻ്റെ അടുത്ത ദിവസം നടന്നതാ, ബാലസംഘത്തിൻ്റെ ഒരു പരിപാടിയിൽ ജയിൽ ശിക്ഷ ഒരു കൊലപാതക കേസിൽ 2 കേസിൽ BJP പ്രവർത്തകരായ 2 പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന ശ്രീജിത്ത്, അങ്ങനെയാന്ന് തോന്നുന്നു അവൻ്റെ പേര്. അവർ ബാലസംഘത്തിൻ്റെ ഒരു യോഗത്തിൽ പാട്ടുപാടി കുട്ടികൾക്ക് പാട്ടുപാടി രസിപ്പിക്കുകയാണ്. എന്ത് മെസ്സേജാണ് നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്നത്? അപ്പം ജയിലുകളിൽ കിടക്കുന്ന പ്രതികളെ സംബന്ധിച്ചോളം അവർക്ക് വീണ്ടും കുറ്റം ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ്. നിങ്ങൾ കുറ്റം ചെയ്തോളൂ, നിങ്ങൾ ജയിലിൽ കിടന്നോളൂ, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾ വരുത്തില്ല, നിങ്ങളുടെ വീട് നിങ്ങൾക്ക് പുതിയ ജയിൽ. ഇപ്പം കണ്ണൂർ ജില്ലയിലെ ഒരുവിധ CPMന്റെ എല്ലാ ജയിൽ പുള്ളികൾക്കും, അതായത് ഈ ക്രിമിനലുകൾക്കും CPM പാർട്ടി വീട് വെച്ച് നൽകി. അവരുടെ ഈ ഗൃഹപ്രവേശന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, CPMന്റെ സംസ്ഥാന നേതാക്കന്മാർ MP ജയരാജൻ അടക്കമുള്ള, P ജയരാജൻ അടക്കമുള്ള അങ്ങനെയുള്ള സംസ്ഥാന നേതാക്കന്മാരാണ് ആ ഗൃഹപ്രവേശന ചടങ്ങിലെല്ലാം പങ്കെടുക്കുന്നത്. അവരുടെ കല്യാണത്തിന് പങ്കെടുക്കുന്നു. ക്രിമിനലുകളായ ഈ പറയുന്ന ഈ ശിക്ഷ അനുഭവിക്കുന്ന ആളുകളുടെ കല്യാണം നടക്കുന്നു. ആ കല്യാണം കഴിച്ചു കൊടുക്കുന്നു, അവർക്ക് വീടെടുത്ത് കൊടുക്കുന്നു. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാവിധ സഹായങ്ങളും CPMന്റെ ഇത്രയും ക്രിമിനലുകൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. P ജയരാജൻ എന്തിനാണ് ആഴ്ചയിൽ ഒരിക്കൽ ജയിലിൽ പോകുന്നത്? ഒരു ഉപദേശക സമിതി അംഗം, ഒരു അഡ്വൈസറി ബോർഡ് മെമ്പർക്ക് എന്തിനാണ് ആഴ്ചയിൽ ഇങ്ങനെ ജയിലിൽ പോകേണ്ട കാരണം എന്താ? അദ്ദേഹം CPMകാരുടെ മാത്രം കാര്യങ്ങൾ അന്വേഷിക്കേണ്ടവരാണോ ഒരു അഡ്വൈസറി മെമ്പർ ആകുമ്പോൾ, ഒരു ഗവൺമെന്റ് നിശ്ചയിക്കുന്ന സമയത്ത്? അല്ലല്ലോ. അദ്ദേഹം എല്ലാവരുടെയും കാര്യം നിശ്ചയിക്കേണ്ടതല്ലേ? പക്ഷേ CPMന്റെ പ്രതികളുടെ സുഖവിവരം അന്വേഷിക്കാൻ പോകുന്നു.
അവരെ ആരെങ്കിലും എത്രയോ സംഭവം നടന്നിട്ടുണ്ട്. കാരണം പല നിഷ്പക്ഷമായുള്ള പ്രവർത്തിക്കുന്ന ജയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് കണ്ണൂർ സെൻട്രൽ ജയിൽ ഒരു കാരണവശാലും അവിടെ ഡ്യൂട്ടിക്ക് ഇടാറില്ല. കാരണം CPM അനുഭാവികളായ അല്ലെങ്കിൽ CPMന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയാണ് ഇതൊക്കെ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ജയിലുകളെല്ലാം തന്നെ കുത്തഴിഞ്ഞ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഒരു ഇടത് കൈയില്ലാത്ത ഇന്നൊരു ജയിലിൻ്റെ ഒരു അധികാരി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം തെങ്ങിൻ്റെ മുകളിൽ കയറാറുണ്ട്, അത്രയും പവർഫുള്ളാണെന്നുള്ള. തെങ്ങിൻ്റെ മുകളിൽ കയറാറ് ഞങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക്, കണ്ണൂരിലെ ജനങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഇതിൽ ഒന്നുകിൽ ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ നല്ല രീതിയിലുള്ള പിന്തുണ, സഹായം, ഈ പ്രതിക്ക് ജയിലിൽ ചാടാനുള്ള സഹായം കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ ഒരു സംശയം പറഞ്ഞത്. കാരണം ഇന്ന് രാവിലെ പുറത്തു വിട്ട ചിത്രം, ഈ ഗോവിന്ദചാമിയുടെ ചിത്രം, ആ ചിത്രം പഴയ ചിത്രമാണ്. ആ മുടിയൊന്നും ഇല്ലാത്ത ഒരു കുറ്റിമുടി വെച്ചിരിക്കുന്ന ചിത്രമാണ് ഗോവിന്ദചാമിയുടെ ചിത്രം പുറത്തു വിട്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് ലൈവായുള്ള ചിത്രം, അറസ്റ്റ് ചെയ്യുന്ന സമയത്ത്, കസ്റ്റഡി പിടിച്ച സമയത്ത് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള താടിയുണ്ട്. ജയിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണത്, താടി വെക്കാൻ പാടില്ല. പക്ഷേ ഗോവിന്ദചാമി പറഞ്ഞിരിക്കുന്നത്, ഇതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത്, ഗോവിന്ദചാമിക്ക് ബ്ലേഡ് ഷേവ് ചെയ്യുന്ന സമയത്ത്, ബ്ലേഡ് തട്ടുന്ന സമയത്ത് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അത് ഷേവ് ചെയ്യുന്നില്ല. 3 മാസമായി അദ്ദേഹം ഞാൻ പറയുന്നില്ല, കാരണം പറഞ്ഞു പോകുന്നു, നമ്മൾ അറിയാതെ, നമ്മൾ അങ്ങനെയാണല്ലോ ഒരാളെ കുറിച്ച് പറയുന്ന സമയത്ത് അറിയാതെ പറഞ്ഞു പോവുക. കാരണം ഈ 3 മാസമായി ഇതിന്റെ തയ്യാറെടുപ്പിലാണ് പോലീസ് പറയുന്നത്. എന്തുകൊണ്ട് ജയിൽ അധികാരികൾ ഈ തയ്യാറെടുപ്പ് കാണുന്നില്ല? 3 മാസമായി അരി ഭക്ഷണം കഴിക്കാറില്ല, 3 നേരവും ചപ്പാത്തി കഴിക്കുകയാണ്. എന്തിനാ ചപ്പാത്തി കഴിക്കുന്നത്? വണ്ണം കുറക്കാൻ വേണ്ടിയില്ല ചപ്പാത്തി കഴിക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ വധശിക്ഷ വിധിച്ച സമയത്തെല്ലാം തന്നെ ഈ ഗോവിന്ദചാമിയുടെ ഫോട്ടോ, നല്ല സുന്ദരനായ അല്ലെങ്കിൽ തടിച്ചു കൊടുത്ത 3-4 നേരം ഇറച്ചി കഴിച്ച് നല്ല തടിച്ചു കൊടുത്ത ഒരു ക്രിമിനലിന്റെ ഫോട്ടോ, ആ ഫോട്ടോ ആയിരുന്നില്ല ഇന്ന് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇന്ന് ഒട്ടി മെലിഞ്ഞ ഒരു രൂപമാണ്. എന്തിനാ ഇത് അവൻ മെലിഞ്ഞത്? ഈ 2 ജയിലഴികൾ മുറിച്ച സമയത്ത് അതിലൂടെ കടക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള പ്ലാനിങ്, മുൻകൂട്ടിയുള്ളൊരു പ്ലാനിങ് ആണ് നമുക്ക് അവിടെ പോലും കാണാൻ സാധിച്ചിരിക്കുന്നത്. എന്നിട്ട് 3 വാതിലുകൾ കടന്നതിന് ശേഷമാണ് ഈ വലിയ 1.5 മീറ്റർ നീളമുള്ള വലിയ മതിൽ കയറുന്നത്. പോലീസ് പറഞ്ഞിരിക്കുന്നത് എന്താ? അവിടെ ജയിലിൽ നിന്നും മോചനം നേടിയ ആളുകൾ ഉപയോഗിച്ച തുണികൾ, അവരുടെ മുണ്ടുകൾ, അവരുടെ ബെഡ്ഷീറ്റുകൾ, അതൊക്കെ കൂട്ടിയിട്ട് ഒരു കയറ് പോലെ ആക്കിയിട്ടാണ് കടന്നത്. 2 വീപ്പകളുടെ മുകളിൽ. ഞാൻ ചോദിക്കട്ടെ, ഓരോ സമയത്തും ഇത്രയും അതീവ സുരക്ഷയുള്ള ഒരു ജയിലിൽ, അല്ലെങ്കിൽ അതീവ സുരക്ഷയുള്ള ഒരു ബ്ലോക്ക്, 10ാം ബ്ലോക്കിൽ ഇത്രയും സുരക്ഷയുള്ള സ്ഥലത്ത് നിന്നും 2 വീപ്പ് എടുത്തു വെച്ചു. ദിവസങ്ങളോളം ഞാൻ ചോദിക്കട്ടെ മറ്റൊരു കാര്യം കൂടി, ഇവിടെ നിന്ന് ഈ ഒഴിഞ്ഞു പോകുന്ന, അതായത് ശിക്ഷ കഴിഞ്ഞു പോകുന്ന ആളുകളുടെ തുണി എല്ലാം തന്നെ ഗോവിന്ദചാമിക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഇതൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത് ജയിലധികൃതർ മനസ്സിലാക്കില്ലേ? കാരണം നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്, ജയിലിൽ പോകുന്ന സമയത്ത് ഒരു പായ കിട്ടും, അതുപോലത്തെ ഒരു മൊന്ത കിട്ടും, 2 മൊന്ത കിട്ടും, അതുപോലെ തന്നെ ഒരു പ്ലേറ്റ് കിട്ടും, അതുപോലെ തന്നെ ഒരു ബെഡ്ഷീറ്റ് കിട്ടും. ഇതാണ് സാധാരണഗതിയിൽ ഈ ജയിലിൽ കൊടുക്കുന്ന, പ്രതികൾക്ക് കൊടുക്കുന്ന, ശിക്ഷാ തടവുകാർക്ക് കൊടുക്കുന്ന ഈ സാധനങ്ങൾ. ഈ ഗോവിന്ദചാമി ജയിലഴികൾ മുറിക്കുന്നതിന് വേണ്ടി മൂർച്ചേറിയ ആയുധം, എവിടെ നിന്നാണ് ആയുധം കിട്ടിയിരിക്കുന്നത്? പറയണം ജയിൽ അധികാരികൾ. അതുപോലെ തന്നെ ഈ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് ജനങ്ങളോട് മറുപടി പറയണം. എവിടെ നിന്നാണ് ഗോവിന്ദചാമിക്ക് ഈ കമ്പി മുറിക്കാൻ വേണ്ടി ആയുധം കിട്ടിയിരിക്കുന്നത്? ആരാണ് കൊടുത്തിരിക്കുന്നത്? അതിന് അധികാരികൾ പറഞ്ഞു, അവർക്ക് അതിന് മറുപടിയാണ്. അവർ പറഞ്ഞ് കുറേ മുമ്പ് അവിടെ ഈ വെൽഡിങ്ങിൻ്റെ തൊഴിലാളികൾ അവിടെ ചെറിയ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി വന്ന സമയത്ത് അവർ വെച്ച് മറന്നുപോയ ബ്ലേഡ്, അത് ഗുരുതരമായൊരു വീഴ്ചയല്ലേ? ഗുരുതരമായ വീഴ്ചയല്ലേ? ഒരു മൂർച്ചയേറിയ ആക്സോ ബ്ലേഡ് അവിടെ വെച്ചിട്ട് പോകുമെന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? അതുകൊണ്ട് ജയിലധികാരികൾ മാത്രമല്ല, ജയിലധികാരികൾ ഇത്തരത്തിൽ മൗനാനുവാദം നൽകുന്നുണ്ടെങ്കിൽ അവർക്ക് രാഷ്ട്രീയപരമായ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ള അതിൽ യാതൊരു സംശയവും വേണ്ട. രാഷ്ട്രീയപരമായ സപ്പോർട്ടുണ്ട്. രാഷ്ട്രീയപരമായ സപ്പോർട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും ഗോവിന്ദചാമിക്ക് ഇറങ്ങി വരാൻ സാധിക്കില്ല. നിങ്ങൾ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ജയിലിൽ നിന്നും ഹൈവേയുടെ, നമ്മുടെ നാഷണൽ ഹൈവേയുടെ തൊട്ടടുത്ത സ്ഥലമാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. അവിടെ നേരിട്ട് ചാടിയിട്ട് ഏതെങ്കിലും ഒരു ലോറിക്ക് കൈനീട്ടി, സാധാരണഗതിയിൽ ആളുകൾ അങ്ങനെ ചെയ്യുമല്ലോ, ലോറിക്ക് കൈനീട്ടിയിട്ട് ആ മറ്റം ഗോവിന്ദചാമി ആ ലോറിയിൽ കയറിയിട്ടെങ്കിൽ അയാൾ ഈ കേരളത്തിൻ്റെ സംസ്ഥാനം തന്നെ വിട്ടിട്ടുണ്ടാവും. ഇനി അല്ലെങ്കിൽ തളാപ്പ് എന്ന് പറയുന്നത് 2.5 കിലോമീറ്റർ 3 കിലോമീറ്ററിനടുത്താണ്, ജയിലിൻ്റെ തൊട്ടടുത്താണ് തളാപ്പ് എന്ന് പറയുന്ന പ്രദേശം. ഈ തളാപ്പ് എന്ന് പറയുന്ന പ്രദേശത്തു നിന്നും ഗോവിന്ദചാമി പിടിക്കപ്പെട്ടില്ലെങ്കിൽ 1 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ച് കഴിഞ്ഞാൽ കണ്ണൂർ ബസ് സ്റ്റാൻഡായി.
അതിനുശേഷം 1.5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ എവിടെ എത്തി? നടന്നാൽ മതി, അത്രേ ദൂരമുള്ളൂ. നടന്നു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലായി. ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ രാവിലെ മുതൽ ഇവിടെ നിന്നും തമിഴ്നാട്ടിലേക്കുള്ള ട്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള ട്രെയിൻ ഉണ്ട്, ഒരുപാട് ട്രെയിൻ ഉണ്ട്, മംഗലാപുരത്തേക്ക് ട്രെയിൻ ഉണ്ട്. ഏതെങ്കിലും ഒരു ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഈ ഗോവിന്ദചാമിയെ പിടിക്കാൻ സാധിക്കുമോ? ഇത് വലിയൊരു ക്രെഡിറ്റ് ആയിട്ടാണ് പോലീസ് പറയുന്നത്. പോലീസ് പിടിച്ചു. ആരാ പോലീസ് പിടിച്ചത്? പോലീസ് പിടിച്ചിട്ടില്ല, ഒരു മണ്ണാങ്കട്ടിയും പിടിച്ചിട്ടില്ല. പോലീസ് പിടിച്ചിട്ടില്ല. ആരാ പിടിച്ചത്? നാട്ടുകാർ കാണിച്ചു കൊടുത്തു. നാട്ടുകാർ, അതിൽ മീഡിയ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. കേരളത്തിലെ മലയാളം മീഡിയ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. അത് ആ സ്പോട്ടിൽ തന്നെ ഗോവിന്ദചാമിയുടെ പലതരത്തിലുള്ള ഫോട്ടോകൾ മീഡിയ പുറത്തുവിട്ടു. ഗോവിന്ദചാമി മനസ്സിലാവുന്ന രീതിയിലുള്ള അയാൾ ഐഡന്റിഫിക്കേഷൻ, അയാളുടെ ഇടത് കൈ മുറിഞ്ഞതായി മീഡിയ പുറത്തുവിട്ടു. ഇത് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു അവബോധം ഉണ്ടായി. ജനങ്ങൾ വളരെ അലർട്ടായി. ജനങ്ങളെല്ലാം തന്നെ പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെയാണല്ലോ സ്ത്രീകളടക്കമുള്ള ആളുകൾ ഗോവിന്ദചാമിയെ കണ്ടു. സ്ത്രീകളടക്കമുള്ള ആളുകൾ അവർ ബഹളം വെച്ചു. ആ സമയത്ത് അവർ ഓടി. ആ ഓടിയ സമയത്ത് കുറ്റിക്കാട്ടിൽ കയറി അവിടെ ഒരു കിണറിൽ വീണു. ആ കിണറിൽ നിന്നാണല്ലോ പോലീസ് പിടിക്കുന്നത്. അപ്പം പോലീസിന്റെ ക്രെഡിറ്റ് ആയിട്ട് ഇത് പറയാൻ പറ്റുമോ? ഭരണകൂടത്തിന്റെ തകർച്ചയാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്. ഭരണകൂടത്തിന്റെ തകർച്ചയാണ്. എല്ലാ മേഖലകളും തകർന്ന ഒരു ഭരണകൂടം. ആ ഭരണകൂടത്തിന്റെ തകർച്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജനങ്ങൾ ഭയവിഹലരാണ്. ഇത്തരത്തിലുള്ള കൊടും ക്രിമിനലുകളെ ഏത് സമയവും ജയിലിൽ നിന്ന് ചാടുമെന്ന രീതിയിൽ ജനങ്ങൾ ഭയവിഹലരാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ